എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഉറപ്പായിട്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്കുകളൊക്കെ വളരെ കുറവാണ്, വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും ലൈക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ കാണുന്നവരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഏരിയൻ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് ഒരു അര ഗ്ലാസോളം വരുന്ന ഇളം ചൂടുള്ള പാല് നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഇളം ചൂട് മാത്രം. അപ്പോൾ അതൊരു അര ഗ്ലാസ് അളവിൽ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ്, അതേപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര, പിന്നെ ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ കേട്ടോ. അതായത് ഫ്ലേവർ ഇല്ലാത്ത ടേസ്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് എടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതായത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരമായിട്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അര ടീസ്പൂൺ എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. കോഴിമുട്ട ഞാനിപ്പോൾ അതായത് മുട്ടയുടെ വെള്ള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആ ഒരു ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നില്ല, വെള്ളം മാത്രമേ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഒരു കോഴിമുട്ടയുടെ വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പാല് അളന്നെടുത്തിട്ടുള്ളത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് അളവിൽ മൈദയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും നിങ്ങൾക്കറിയാലോ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 1/4 ഗ്ലാസ് അളവിൽ മൈദ ഞാൻ ഈ ഒരു പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കൂടി നമുക്ക് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് കുറച്ചും കൂടി ഞാൻ ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പാല് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം കറക്റ്റ് പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ ലാസ്റ്റ് എത്രത്തോളമാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇത് ഈ ഒരു പരുവാണ് കേട്ടോ. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, അതേസമയം ഒരുപാട് ടൈറ്റിലിരിക്കാനും പാടില്ല. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ആക്കി എടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാവിൻ്റെ പരുവുണ്ടല്ലോ, ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ പോലെ താഴോട്ട് വീഴണം, ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത കാരണം മാവ് നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വന്നോളും. അപ്പോൾ 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ മാവൊക്കെ കറക്റ്റായിട്ട് പൊന്തി പതഞ്ഞ് ഇത് ഈ ഒരു പരുവത്തിൽ ആയിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞ് അധികം പുളിയില്ലാത്ത തക്കാളി, ഒരു പകുതി തക്കാളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഒരുപാട് വേണ്ട, ഒരുപാടായിക്കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് പകുതി തക്കാളി മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ആ ഒരു വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചീസാണ് കേട്ടോ. ചീസ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചീസ് എന്ന് പറയുന്നത് തീർത്തും ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ചീസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഇഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 1 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഇഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. 1 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഇഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതുപോലുള്ളൊരു പാനിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ നമുക്ക് എല്ലാവരുടെയും ഒന്നും തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു സ്നാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാനിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഉണ്ടായി കഴിഞ്ഞാലും അതേപോലെ കഴിക്കാനായിട്ടും ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നത് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. ചിക്കൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് മാത്രം ഇട്ടാൽ തന്നെ ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 15 മിനിറ്റ് കേട്ടോ. കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ അടിവശമൊക്കെ നന്നായിട്ടങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ചും കൂടി ഓയിൽ നമുക്കൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം, ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. ആ ഒരു അടിവശം കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തും കറക്റ്റ് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കട്ടെ. അപ്പോഴേക്കും അടിവശം നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനും ചീസും അതേപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തത് കാരണം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ കൂടുതൽ ഓയിലൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.